എല്ലാവർക്കും നമസ്കാരം. പൃഥ്വി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ബിരിയാണി ഞാൻ സാധാരണഗതിയിൽ അങ്ങനെ വീട്ടിലങ്ങനെ ഉണ്ടാക്കാറൊന്നുമില്ല. എനിക്ക് അത്ര വലിയ പ്രിയമൊന്നുമില്ല, ഉള്ള സാധനമല്ല, ഹസ്ബൻഡിന് താല്പര്യമില്ല. പക്ഷേ ഞാൻ ഇന്ന് വിചാരിച്ചു, ഞാൻ ഫ്രൈഡ് റൈസും ടൊമാറ്റോ റൈസും ഗീ റൈസും ഒക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്യത്യസ്തമായിട്ട് ബിരിയാണി ഇതുവരെ ചെയ്തിട്ടില്ല, എന്നാൽ ഒരു ബിരിയാണി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ടൊരു വെജ് ബിരിയാണിയാണ് ഇത്. വളരെ ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാകുമ്പോൾ കുറച്ച് സമയം മതിയല്ലോ. നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാം. ഇപ്പം എല്ലാവർക്കും ഒരുപാട് സമയം അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്യാനൊന്നും താല്പര്യമുള്ളവരായിരിക്കില്ല, ഞാൻ ഉൾപ്പെടെ. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് സമയം കൊണ്ട് നല്ല സ്വാദിഷ്ടമായിട്ട് എങ്ങനെ എന്തെങ്കിലും ഇത് ഉണ്ടാക്കാം എന്നുള്ളതാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ അപ്പം ഞാൻ വിചാരിച്ചൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാം. ഇതിന് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങ്, പിന്നെ ടൊമാറ്റോ, ക്യാരറ്റ്, സവാള, പച്ചമുളക്, നമുക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. വേണമെങ്കിൽ ഇതിനകത്ത് പീസും പിന്നെ ക്യാബേജോ മഷ്റൂമോ കോളിഫ്ലവറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം. പീസ്, അത് നമുക്ക് ഈ ഫ്രോസൺ പീസ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇതിലൊക്കെ ഇടാൻ പറ്റിയത്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് പച്ചക്കറി, ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 1/2 കപ്പ് റൈസേ ഞാൻ എടുത്തിട്ടുള്ളൂ, അത് മതി. അപ്പോൾ 1/2 കപ്പ് റൈസ് വെച്ചിട്ടുള്ള ഒരു വെജ് ബിരിയാണിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനത്രേ, അല്ലെങ്കിൽ പിന്നെ റൈസ് വളരെ കുറവും വെജിറ്റബിൾസ് ഒരുപാടുമായി പോകും. ഇതും വെജിറ്റബിൾസ് കൂടുതലാണ് എങ്കിൽ പോലും ഇത്രയൊക്കെ മതി. പിന്നെന്താ, ഞാനൊരു കാര്യം കൂടി പറയണമെന്ന് വിചാരിച്ച്, റൈസ് ഞാൻ എടുത്തിരിക്കുന്നത് ജീര റൈസാണ്. ഇതിന് സാധാരണ ബിരിയാണിക്കൊക്കെ നീളം കുറഞ്ഞ അരിയല്ലേ എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ വല്ല ഫങ്ഷനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ബിരിയാണി ആണെങ്കിൽ അതിന് ചെറിയ റൈസാണ്, ഗ്രെയിൻസിന് നീളം കുറവായിരിക്കും. അതേസമയം നമ്മൾ ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ലോങ് ഗ്രെയിൻ തന്നെയാണ് നല്ലത്. ഞാനിവിടെ ജീര റൈസാണ് എടുത്തിരിക്കുന്നത്. വേറെയും ബിരിയാണി റൈസൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ് നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം, വരും. 1/2 കപ്പ് ജീര റൈസ് നല്ലപോലെ കഴുകി അരമണിക്കൂർ വെക്കുക. ഇത് മല്ലിയില ഇപ്പം മേടിച്ചതുകൊണ്ട് നല്ല ഫ്രഷാണ്. ഇനി വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ ഒരു സവാള, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, പച്ചമുളക്, സ്പ്രിംഗ് ഓണിയൻ ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു കുക്കർ എടുത്തു, അതിനകത്തേക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തു. നെയ്യ് ഒന്ന് ചൂടായപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് ചൂടായി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള, ഒരു സവാളയാണല്ലോ ഞാൻ എടുത്തിരുന്നത്, അത് കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. തീരെ കനം കുറച്ചല്ല നീളത്തിലും അല്ല അരിഞ്ഞിരിക്കുന്നത്, കുറച്ച് കനമുള്ള പീസസാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് കൊടുക്കാം. സ്പ്രിംഗ് ഓണിയൻ കഴുകി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബീൻസ് പോലെ തോന്നും. ഇതെന്താ, ഉള്ളിയുടെ തണ്ടാണ്, വേറെ ഇതൊന്നുമല്ല. അതും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ പീസസും പിന്നെന്താ പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം, ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലാ നെയ്യിൽ കിടന്ന് ഇതൊന്ന് സോട്ടായി കിട്ടും. ഇനിയും ചേർക്കുന്നത് നമ്മുടെ പൊട്ടറ്റോയുടെ തൊലിയൊക്കെ ചെത്തിക്കളഞ്ഞ് കഴുകി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനിയും ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർക്കാനുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ഞാനിവിടെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് എടുത്ത് വയ്ക്കുന്നത്. 1/2 ടീസ്പൂണേ എടുത്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മസാല, അതായത് ഞാനിവിടെ ചേർക്കുന്നത് ബിരിയാണി മസാലയാണ്. അതൊരു അല്പമേ ചേർക്കുന്നുള്ളൂ.
നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. കണ്ടോ, തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു തക്കാളി, അതിവിടെ ഉണ്ടായതാണ്, ഈ നാടൻ തക്കാളി ആയതുകൊണ്ട് ഇതിന് ഇത്തിരി പുളിയൊക്കെ ഉള്ള തക്കാളിയാണ്, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. ഈ സമയത്ത് ചേർക്കുന്നതാണ് മസാല, ബിരിയാണി മസാല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലെങ്കിൽ നമ്മുടെ സാധാരണ ഗരം മസാല അല്പം ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ കഴുകി കുതിർത്തി വെച്ചിരുന്ന റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ ജീര റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന്. അത് 1/2 കപ്പുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ റൈസിലും ഈ ഇതിൻ്റെ മസാലയും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. ഇനി നമുക്ക് ചേർക്കാനുള്ളത് തൈരാണ്. കുറച്ച് തൈര്, അതായത് ഒരു 1/4 കപ്പ് ഞാൻ കഷ്ടിച്ചേ ചേർത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ ആയാലും മതി, നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണമല്ലോ, അതുകൊണ്ട് 1 ടേബിൾ സ്പൂൺ ആയാലും മതി തൈര്. അത് അധികം പുളിയില്ലാത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് ഒന്നിളക്കി വെച്ചു. ഇനി നമുക്ക് ചേർക്കാനുള്ള, നമ്മൾ ഇതുവരെ ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, ഉപ്പിട്ട് കൊടുത്തിട്ടില്ല, വെള്ളം ചേർക്കണം. ഇനി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3/4 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. 1/2 കപ്പ് റൈസ് എടുത്തിട്ടുള്ളൂ, 3/4 കപ്പ് വെള്ളവും ചേർക്കാം. ഇപ്പോൾ 1 കപ്പ് എടുക്കുകയാണെങ്കിൽ 1/4 കപ്പോ തൊട്ട് 1.5 കപ്പ് വരെയുള്ള അത്രയും വെള്ളം ചേർക്കാം. ഞാനിവിടെ 3/4 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ ഉപ്പ് കൂടിപ്പോയാൽ ഭയങ്കര പ്രശ്നമല്ലേ, അതുകൊണ്ട് ഉപ്പ് കുറഞ്ഞ് നിന്നോട്ടെ എന്ന് വിചാരിച്ച് 1/2 ടീസ്പൂണേ ചേർത്തിട്ടുള്ളൂ. ഇനിയും കുക്കർ അടച്ചു വെച്ചിട്ട് നമുക്കത് ഒന്ന് വേവിച്ചെടുക്കണം. കുക്കർ അടച്ചു വെച്ചിട്ട് വെയിറ്റ് ഇട്ട് കൊടുക്കണം. 2 വിസിലേ ഞാൻ വരുത്തിയിട്ടുള്ളൂ. അതൊരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണെന്നു, ഹൈ ഫ്ലെയിമിലും വെച്ചിട്ടില്ല, തീരെ ലോയും ആക്കിയില്ല. നമ്മളുടെ ബിരിയാണി റെഡിയായി വന്നിട്ടുണ്ട്. ഫുൾ വെള്ളമൊക്കെ വറ്റി നല്ല പോലെ വന്നിട്ടുണ്ട്, എന്നാൽ കുഴഞ്ഞൊന്നും പോയിട്ടുമില്ല. കുറച്ച് മല്ലിയില മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. അരിയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്, പക്ഷേ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടുമില്ല, പാകത്തിന് വേവാണ്. ഈ 2 വിസിൽ വരുത്തിക്കഴിഞ്ഞാൽ മാത്രം മതി. പിന്നെ മല്ലിയില വേണമെങ്കിൽ നമുക്ക് ഇത് വേവിക്കാൻ വെക്കുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയുടെ ചുവ ഇഷ്ടമാണെങ്കിൽ കുറച്ച് മല്ലിയില നേരത്തെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എനിക്കതത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം ഇട്ടില്ല. കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും നമ്മൾ നെയ്യിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലിട്ട് കൊടുത്തു. ഇനി ലാസ്റ്റായിട്ട് ഞാൻ 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നല്ലതാണ്, നല്ല ആ നെയ്യിൻ്റെ ഒരു, ഞാനിവിടെ കുക്കിങ്ങിന് നെയ്യ് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലാതെ മറ്റുള്ള ഓയിൽ, റിഫൈൻഡ് ഓയിലൊന്നും അല്ല എടുത്തത്, എല്ലാം നെയ്യ് തന്നെയാണ് ചെയ്തത്. എൻ്റെ വെജിറ്റബിൾ ബിരിയാണി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം തൊട്ട് അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി അറിയിക്കണം. അപ്പോൾ അടുത്തൊരു വിഭവമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ ഉടനെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.